വയനാടൻ രാഷ്ട്രീയം പലതുകൊണ്ടും ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന സമയമാണിത്. മഹാദുരന്തത്തിന് ശേഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. രാഹുലിന് പിന്നാലെ പ്രിയങ്കയും എത്തി ഇന്ത്യയുടെ ആകെ ശ്രദ്ധ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിനുശേഷം നടക്കുന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും. നേതാക്കന്മാരുടെ ആത്മഹത്യയും ഗ്രൂപ്പ് പോരും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുമ്പോൾ ഇക്കുറി വയനാട് പതിവ് തെറ്റിക്കുമോ? നിലവിലെ പ്രതിസന്ധികൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കുറയ്ക്കുമോ? പുനരധിവാസത്തിലെ പരാതികളും പ്രതിസന്ധികളും ഇടതുപക്ഷത്തിന് വിലങ്ങുതടിയാകുമോ? ഇക്കുറിയെങ്കിലും വയനാട്ടിൽ കാലുകുത്താൻ BJPക്ക് ആകുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങൾ UDFിനൊപ്പം നിന്നപ്പോൾ മാനന്തവാടി മാത്രമാണ് ഇടതിന് നേടാനായത്. UDFിന്റെ ഉറച്ച മണ്ണായ വയനാടിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇക്കുറി മാറ്റമുണ്ടാകുമോ? രാഷ്ട്രീയത്തിനപ്പുറം വയനാടിന്റെ ജീവൽ പ്രശ്നങ്ങൾ അനവധിയാണ്. വനം വന്യജീവി വിഷയങ്ങളും രാത്രി യാത്രാ നിരോധനവും പുനരധിവാസ പദ്ധതിയുടെ വേഗമില്ലായ്മയുമെല്ലാം വയനാടിന്റെ നീറുന്ന പ്രശ്നങ്ങളാണ്. പവർ പഞ്ചായത്ത് വിശദമായി പരിശോധിക്കുന്നു വയനാടിന്റെ തദ്ദേശ രാഷ്ട്രീയം. ഇതാണ് വയനാട് ജില്ലയിലെ തദ്ദേശ ചിത്രം. ഇതാണ് മുനിസിപ്പാലിറ്റികൾ 3 വയനാട് ജില്ലാ പഞ്ചായത്ത് 17 ഡിവിഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് 4 23 പഞ്ചായത്തുകൾ. ഇതാണ് സ്ഥിതി. നേരെ മുനിസിപ്പാലിറ്റികളിലേക്ക് പോയാൽ UDF 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്, കൽപ്പറ്റ, മാനന്തവാടി. LDF 1 മുനിസിപ്പാലിറ്റി മാത്രമാണ് ഭരിക്കുന്നത്, സുൽത്താൻ ബത്തേരി. ഇനി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ കക്ഷിനില പരിശോധിച്ചാൽ UDF ഇങ്ങനെയാണ്. UDF ആണ് ഭരിക്കുന്നത്. UDF 15, കോൺഗ്രസ് 6, ലീഗ് കാണാം. അവിടെ ലീഗാണ് UDFിന്റെ ശക്തി എന്ന് പറയേണ്ടി വരും. 9 ഇടങ്ങളിലാണ് ലീഗ് ഭരിക്കുന്നത്. LDF 13 ഇടത്താണ്, CPIM 9, CPI 2, RJD 2. ഇങ്ങനെയാണ് കക്ഷിനില. UDF ധാരണ അനുസരിച്ച് ആദ്യ 2 വർഷം ചെയർമാൻ സ്ഥാനം ലീഗിനും ബാക്കി 2.5 വർഷം കോൺഗ്രസിനും നൽകാനായിരുന്നു ധാരണ. മുസ്ലിം ലീഗിലെ KM തൊടി, മുജീബ് റഹ്മാൻ ആയിരുന്നു ചെയർമാൻ. കോൺഗ്രസിന്റെ TJ ഐസക്കാണ് ഇപ്പോൾ ചെയർമാൻ. TJ ഐസക്ക് പുതിയ വയനാട് DCC അധ്യക്ഷനാണ് എന്ന കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. NM വിജയൻ, ജോസ് നെല്ലേടം എന്നിവരുടെ ആത്മഹത്യകൾ, കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹങ്ങൾ, ഇവയെ തുടർന്നാണ് ND അപ്പച്ചൻ രാജിവെക്കുകയും അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് DCC അധ്യക്ഷൻ ആവുകയും അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് TJ ഐസക്ക് അങ്ങനെ വയനാട് DCC അധ്യക്ഷൻ ആയ ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഉണ്ട്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ ഭരണം LDFനാണ്. LDF ഇങ്ങനെയാണ് കക്ഷിനില. 22 ഇടത്ത്, CPIM 21, കേരള കോൺഗ്രസ് 1 ഇടത്ത്. ഇതാണ് സ്ഥിതി. UDF പ്രതിപക്ഷം 12 ഇടത്താണ് വിജയിച്ചിരിക്കുന്നത്, കോൺഗ്രസ് 6 ഇടത്ത്, ലീഗ് 5 ഇടത്ത്, സ്വതന്ത്രൻ 5. എല്ലായിടത്തും തന്നെ ലീഗിൻ്റെ ശക്തി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. വയനാട്ടിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പരിശോധിച്ചാൽ ലീഗിൻ്റെ ഒരു ശക്തി UDFിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത തവണ 36 വാർഡാകും സുൽത്താൻ ബത്തേരിയിൽ. ഏതായാലും മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ ഭരണം UDFനാണ്. 20 ഇടത്താണ് UDF ഭരിക്കുന്നത്. LDF 16. ഇങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസ് 15, ലീഗ് 4, കേരള കോൺഗ്രസ് ജോസഫ് 1 ഇടത്ത്. ഇങ്ങനെയാണ് സ്ഥിതി. മാനന്തവാടിയിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുനിസിപ്പൽ സീറ്റ് കൂടി വർദ്ധിക്കും, 37 ആകും. അപ്പോൾ ആകെ സീറ്റുകൾ 37 ആകും എന്നുള്ളതാണ്. മന്ത്രി OR കേളുവിൻ്റെ സാന്നിധ്യം ഇടതിന് അവിടെ പ്രതീക്ഷ കൊടുക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ചാൽ ഭരണം UDFനാണ്. UDF 8 ഇടത്ത്, കോൺഗ്രസ് 6 ഇടത്ത്, ലീഗ് 2 ഇടത്ത്. ഇങ്ങനെയാണ്. LDF 8 ഇടത്താണുള്ളത്, CPM 6, CPI 1, ജനതാദൾ S ഇങ്ങനെ 1 ഇടത്ത്. ഇങ്ങനെയാണ് കക്ഷിനില. UDF LDF ബലാബലമാണ് വയനാട് ജില്ലാ പഞ്ചായത്തിൽ 2020 കണ്ടത്. UDF LDFും 8 സീറ്റുകൾ വീതം നേടി. നറുക്കെടുപ്പിലൂടെ ഭാഗ്യത്തിന്റെ ബലത്തിലാണ് UDF അധികാരത്തിൽ ഏറിയത്. വാർഡ് വിഭജനത്തിലൂടെ ഇക്കുറി 17 സീറ്റാകും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിന്റെ ഷംഷാദ് മരക്കാറാണ് വയനാടിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. ലിനറ്റ്, പലതുകൊണ്ടും വയനാട് രാജ്യത്തിന്റെ ആകെ ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്ന സ്ഥിതിയാണുള്ളത്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്.
രാഹുൽ വഴിയും പ്രിയങ്ക വഴിയും രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച മണ്ഡലത്തിൽ കോൺഗ്രസ് ഇത്തവണ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് എന്നറിയാം. യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തട്ടിപ്പ് വിവാദമടക്കമുള്ള പ്രതിസന്ധികൾ, ഒപ്പം അവിടുത്തെ നേതാക്കന്മാരുടെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ, ഗ്രൂപ്പ് പോരുകൾ, ഇങ്ങനെ വയനാട് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പുനരധിവാസവുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള അസംതൃപ്തികൾ അവിടെ നിലനിന്നത് നമുക്കറിയാം, വാർത്തകളായി നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വയനാടിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അത് ആർക്ക് അനുകൂലമാണ് എന്നാണ് ലിനറ്റിന് തോന്നുന്നത്? ലക്ഷ്മി, നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എവിടേക്ക് വയനാടിൻ്റെ തെരഞ്ഞെടുപ്പ് കാറ്റ് വീശുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയുന്നത് തീരെ സാധ്യമല്ല. കാരണം കോൺഗ്രസിനെയും LDFിനെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വയനാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ മാത്രമായി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇപ്പോൾ LDF സർക്കാരാണ് ഭരിക്കുന്നത്. വലിയൊരു ദുരന്തമുണ്ടായി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാർഡ് വിഭജനത്തിന് ശേഷം ഡിവിഷനുകൾ കൂടുന്നു, വാർഡുകൾ കൂടുന്നു. ഇതിവിടുത്തെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ നില തന്നെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയക്കാരടക്കം തന്നെ പറയുന്നത്. നമുക്കറിയാം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. കോൺഗ്രസിന് പ്രാതിനിധ്യമുള്ള ജില്ലയാണ്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കുകളിലെ തട്ടിപ്പുകൾ, തുടർക്കഥയാകുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യകൾ, NM വിജയൻ്റെ ആത്മഹത്യ, അതിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ധനസഹായവുമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രാദേശികമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത. അതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, വയനാട്ടിൽ പ്രാദേശിക പ്രശ്നങ്ങൾ വളരെയേറെ രൂക്ഷമായിരുന്നു. ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ടാവുകയും മുൻ DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചനെ മർദ്ദിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതൊരു കോൺഗ്രസിനിടയിലെ ഗ്രൂപ്പ് പ്രശ്നമായിരുന്നു. ഈ ഒരു ഗ്രൂപ്പ് പ്രശ്നങ്ങൾ നീണ്ടുപോവുകയും വ്യാജ കേസുകൾ ഉണ്ടാക്കുന്നു, ആളുകളെ ജയിലിൽ അടയ്ക്കുന്നു, അതിനുശേഷം ഒരാൾ അതിൽ ആത്മഹത്യ ചെയ്യുന്നു. പ്രതിയാകുന്നതും വാദിയാകുന്നതും ഒക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ. എന്നപ്പോൾ ഇതെല്ലാം ജനങ്ങൾ അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമാകുമോ എന്നത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. LDFിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസ പദ്ധതി വളരെ അധികം ചർച്ച ചെയ്യപ്പെടും. കൃത്യമായ നടപടികളിലൂടെയാണോ സർക്കാർ മുന്നോട്ട് പോകുന്നത്, അതിന് കാലതാമസം വന്നോ, അതോടൊപ്പം തന്നെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകും. അതിനിടെയാണ് ഇപ്പോൾ നമുക്കറിയാം, ഈ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പ്, ഇത് CPM ഭരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഇവിടെ ചർച്ചയായിരിക്കുകയാണ്. നിക്ഷേപകരൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. അതടക്കം ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെയുള്ള പ്രാദേശിക ഭിന്നതകൾ അത് പുറത്തറിയില്ലെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങൾ, ഈ ഒരു CPMനുള്ളിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വയനാട് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷവും അതോടൊപ്പം തന്നെ ആദിവാസികളും ഒക്കെ തന്നെ വളരെയേറെ ഉള്ളൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തെ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കുന്ന മന്ത്രി OR കേളു ഈ ഒരു ജില്ലയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഇവിടെ അളക്കപ്പെടും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് കൃത്യമായ ആളുകൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. ഒപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ പ്രാദേശികമായി തദ്ദേശീയ തലത്തിൽ അളക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇരു മുന്നണികൾക്കും അവിടെ നെഞ്ചിടിപ്പേറുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വയനാട്ടിൽ ഉള്ളത്. ലിനറ്റ്, UDFിൻ്റെ ഉറച്ച കോട്ട എന്ന് നമ്മൾ പറയുമ്പോൾ പോലും മുനിസിപ്പാലിറ്റികൾ 2 UDF ഭരിക്കുമ്പോഴും കഴിഞ്ഞ തവണത്തെ നമ്പറുകളിൽ നമുക്കൊരു മൃഗീയാധിപത്യമൊന്നും കാണാൻ കഴിയുന്നില്ല. UDFിനെ സംബന്ധിച്ച് അട്ടിമറികൾക്ക് അവിടെ സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ഒരു അട്ടിമറി സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ അവിടെ രാഷ്ട്രീയക്കാർ?
തീർച്ചയായും അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ആളുകളുടെ വോട്ടിങ്ങിൽ മാത്രമല്ല, ഈ ഡിവിഷനുകൾ മാറുന്നു, വാർഡുകൾ മാറുന്നു. വാർഡ് വിഭജനത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒരു വാർഡ് മറ്റൊരു വാർഡിലേക്ക് ചേർക്കപ്പെടുമ്പോൾ, അതിലെ ഒരു വിഭാഗം ആളുകളെ മാറ്റി ചേർക്കുമ്പോൾ അവിടെ കൂടുതലും മറ്റൊരു പാർട്ടിക്കുള്ള സ്വാധീനം കൂടുതലാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ഒരു എലക്ഷൻ ഒരിക്കലും ഒരു പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രീ പ്ലാനിങ്ങോ ഒരു അസംഷനോ നമുക്കോ ഇപ്പോൾ മീഡിയാസിനാണെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പോലും ഉണ്ടാകില്ല. നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരോടടക്കം കോൺഗ്രസ്സുകാരോടടക്കം സംസാരിക്കുമ്പോൾ ഇവർക്കൊരു സംശയമായിട്ട്, അതായത് ഇതൊരു എന്താണ് പറയുക, ഇതിൽ കൃത്യമായൊരു എന്തായിരിക്കും ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്നത് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വാർഡ് വിഭജനം ഇവരെ ഏറെ പേടിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും BJPക്ക് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പല കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളും ഡിവിഷനുകളും ചിലപ്പോൾ BJP സ്വാധീനത്തിലേക്ക് പോയേക്കാം ഈ ഒരു ഡിവിഷൻ തിരിച്ചു വരുമ്പോൾ എന്നുള്ള കാര്യമടക്കം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് അടുത്ത ഇലക്ഷനെ പിന്തുടരാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പദ്ധതികൾ എന്തായിരുന്നു, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ജനങ്ങൾ അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള കൃത്യമായ ആളുകളുടെ വിലയിരുത്തലുകൾ കൊണ്ട് മാത്രമേ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മറികടക്കുവാൻ കോൺഗ്രസിന് സാധിക്കത്തുള്ളൂ. അല്ലാത്ത രീതിയിൽ ഈ ഒരു ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ കുത്തകയാണ് ഈ ഒരു വയനാട് ജില്ല എന്ന് പറയുന്നതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റു പാർട്ടിക്കാരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലടക്കം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി അവിടെ UDF-നുണ്ട് എന്നുള്ളതാണ് ലിനറ്റിന്റെ വിലയിരുത്തൽ. ഏതായാലും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോയാൽ വയനാട്ടിലെ ഗ്രാമപഞ്ചായത്തുകൾ 23 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ LDF 12 ഇടത്ത്, UDF 11 ഇടത്ത്. ഒരൊറ്റ പഞ്ചായത്തിൻ്റെ ലീഡിൽ അവിടെ LDF ഉണ്ട് എന്നുള്ളതാണ്. അവിടെയും UDF പിന്നിലാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്, വയനാട് പോലെ ഒരിടത്ത്. അപ്പോൾ കഴിഞ്ഞ തവണ അവിടെ UDF-ന് സത്യത്തിൽ വയനാടിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി വെച്ച് പരിശോധിച്ചാൽ അതൊരു തിരിച്ചടി തന്നെ എന്ന് പറയേണ്ടി വരും. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോയാൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF 2, LDF 2, ഇങ്ങനെ ഒരു സമാസമം എന്നുള്ള നിലയിലാണ് ഉള്ളത്. ലിനറ്റ്, വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ഭാഗ്യത്തിൻ്റെ കരുത്തിൽ UDF ഭരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇക്കുറി എന്താണ് അവസ്ഥ? ലക്ഷ്മി, ഇത്തവണ മുൻവിധികൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്തവണ ഇവരെ ഭാഗ്യം തുണയ്ക്കുമോ എന്നറിയില്ല. കാരണം 8-8 എന്നതിൽ നിന്ന് മാറി 16 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ മാറി 17. ഈ ഒരു ഡിവിഷൻ ഒന്നും കൂടെ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ ആയിരിക്കും പാർട്ടികളൊക്കെ തന്നെ പോകുന്നത്. ഈ ഒരു ഡിവിഷൻ തിരിച്ചതോടുകൂടെ ഇനി സമാസമം എന്നുള്ളൊരു ഭാഗ്യപരീക്ഷണം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മാത്രമായിരിക്കും കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിനെ ആണെങ്കിലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. കൃത്യമായ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്നത് ആളുകൾ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണങ്ങളാൽ പൊറുതിമുട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന ചോദ്യചിഹ്നം ആളുകൾക്കിടയിലുണ്ട്. അതിൽ കൃത്യമായ നിലപാട് ആളുകൾ എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർഷകർ ഒരുപാടുള്ളതാണ്. നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകൾക്കൊക്കെ പരിഹാരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്തലിലൂടെ ആയിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. ലക്ഷ്മി, ലിനറ്റ്, അവിടെ വയനാടിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്കിൽ കൂടിയും ഈ ആത്മഹത്യകൾ അത് വല്ലാത്ത തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. DCC ട്രഷറർ ആയിരുന്ന NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടം. ഈ ആത്മഹത്യകളൊക്കെ തന്നെ വലിയ തോതിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ എന്ത് പറഞ്ഞായിരിക്കും ഇത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക? മാത്രമല്ല, ND അപ്പച്ചനെ മാറ്റി TJ ഐസക്കിനെ DCC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു മുഖം മിനുക്കൽ കൊണ്ട് മാത്രം അണികളെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് അവിടെ കഴിയുമോ?
ലക്ഷ്മി, ഒരിക്കലും അതുകൊണ്ട് കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ND അപ്പച്ചൻ രാജിവെച്ച അതേ ദിവസം തന്നെ മറ്റൊരു സ്ഥലത്ത്, ഈ ഒരു വയനാട്ടിലെ മറ്റൊരു സ്ഥലത്ത് അതൊരു ആഘോഷമാക്കി മാറ്റിയ കോൺഗ്രസ്സുകാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ അടക്കം KPCC ഇടപെട്ട് നിയമിച്ച ഒരു സ്ഥലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അവർക്കിടയിൽ അവസാനിച്ചിട്ടുണ്ടോ എന്നത് കൃത്യമായി കോൺഗ്രസ് തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് DCC പ്രസിഡന്റിനെ മാറ്റിയിരിക്കുന്നു. പെട്ടെന്നുള്ള ഈ ഒരു നേതൃമാറ്റത്തെ കോൺഗ്രസിലെ പ്രവർത്തകർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചാർജ് എടുത്തിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകളായിട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. DCC യോഗങ്ങൾ, ഒറ്റയൊരു യോഗം DCC യോഗം മാത്രമാണ് കൂടിയിട്ടുള്ളത്. ഇതിലൊക്കെ കൃത്യമായ നിലപാടുകൾ DCC പ്രസിഡന്റിന് എടുക്കാൻ സാധിച്ചാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമാകാനുള്ള സാധ്യതയുള്ളൂ. കാരണം മറ്റൊരു കാര്യം ലിനറ്റ്, രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച മണ്ഡലമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. ആ നിലയ്ക്ക് തന്നെ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ മണ്ഡലത്തിൽ അടിപതറിപ്പോയാൽ അത് കോൺഗ്രസിന് വലിയ നാണക്കേടാകില്ലേ? സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് തന്നെ വയനാട്ടിലേത് ഒരു അഭിമാന പോര് തന്നെയല്ലേ സത്യത്തെ? തീർച്ചയായും ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ആദ്യമൊക്കെ ഇവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ, ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതൊരു കേവലം പ്രാദേശിക പ്രശ്നമാണെന്ന് KPCCയും അതോടൊപ്പം ഈ ഒരു പ്രതിപക്ഷ നേതാവും ഒക്കെ എഴുതി തള്ളിയ സമയത്താണ് കൃത്യമായി പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. താൻ വിജയിച്ച ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കോൺഗ്രസിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കോൺഗ്രസിൻ്റെ അടിപതറുമെന്ന കാര്യത്തിൽ നിശംസം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം, കേവലം ഒരു പ്രാദേശിക സ്ഥലമായിരിക്കുന്ന മുള്ളംകൊല്ലിയിലെ കോൺഗ്രസിനിടയിലെ പ്രാദേശിക വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCCയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിൽ DCC യോഗത്തിൽ KC വേണുഗോപാൽ അടക്കം ഉള്ള ആളുകൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ കൃത്യമായ ദേശീയ നേതൃത്വം തന്നെ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ വയനാട്ടിലെ ഈ ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ രീതിയിൽ വിലയിരുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൃത്യമായി തീർച്ചയായും വയനാട്ടിലെ പോര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പായാലും അഭിമാന പോര് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലിനറ്റ് വർഗീസാണ് അതിന്റെ വിശകലനങ്ങൾ പങ്കുവച്ചത് നമ്മളോട് വയനാട്ടിൽ നിന്ന്. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ആത്മവിശ്വാസം UDFന് അവകാശപ്പെടാൻ വയനാട്ടിൽ ആകില്ല. എങ്കിൽ പോലും പ്രിയങ്കയുടെ മണ്ഡലം ഇക്കുറി തിളക്കത്തോടെ നിലനിർത്തുക എന്നത് തദ്ദേശ പോരിൽ UDFന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടീം UDF അവിടെ കൈമെയ് മറന്നിറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ, യൂത്ത് കോൺഗ്രസ് ഫണ്ട് വിവാദം എന്നിവ പരമാവധി പ്രചാരണായുധമാക്കി വയനാട് പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇടതുപക്ഷം ഉള്ളത്. പൊതുവെ BJP വലിയ പ്രതീക്ഷ പുലർത്താത്ത ഇടമാണ് വയനാട്. എങ്കിൽ കൂടിയും പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഇക്കുറി താമര വിരിയിക്കാൻ ആവുമോ എന്ന് അവർ പരമാവധി നോക്കും. പവർ പഞ്ചായത്ത് എന്ന പരിപാടി ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ്. വിജ്ഞാപനം ഉടൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് മലയാളത്തിൻ്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും 14 ജില്ലകളിലെയും പവർ പഞ്ചായത്ത് എപ്പിസോഡുകൾ കാണാവുന്നതാണ്.